വെൽക്കം ടു ഫുഡിങ് ഷീ. ഇത് ഒരു ചെമ്പ്. ഇത് കരിഞ്ഞു പോയതാണ്. വെള്ളം ഒക്കെ വറ്റിയിട്ട് ഇതെങ്ങനെ പോക്കാൻ നോക്കാം നമുക്ക്. ചിലരിതങ്ങ് കളയും, അപ്പോൾ അത് കളയണ്ട ചെമ്പ്. അതെങ്ങനെയാണ് അത് കളയാൻ നോക്കാം നമുക്ക്. കുറച്ച് വെള്ളം എടുത്തിട്ട് ആ ചെമ്പിൽ ഭാഗം വെള്ളം, അതിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്ന ചെറുനാരങ്ങ 4 ചെറുനാരങ്ങയുണ്ട്. അതതിൽ കിടന്ന് വേവട്ടെ. എന്നിട്ട് എന്താ ചെയ്യാൻ നമുക്ക് നോക്കാം. കണ്ടോ, ഇത് ഇങ്ങനെ നന്നായി വെന്തട്ടെ. ഈ ചെറുനാരങ്ങ ഇപ്പം തന്നെ അതിൽ ഇങ്ങനെ കറുപ്പൊക്കെ ഇളകി വരുന്നുണ്ട്. ഇത് ചെമ്പ് കരിഞ്ഞു വരാം. അടുപ്പത്ത് വെച്ചിട്ട് നല്ലോണം വേവട്ടെ ചെറുനാരങ്ങ. ഈ ചെറുനാരങ്ങ ഒക്കെ ഇതിൽ കിടന്ന് വെന്തു. നമ്മൾ വെച്ച പോലത്തെ വെള്ളമല്ലാതെ വെള്ളത്തിൻ്റെ കളറൊക്കെ മാറി. ഇനി നമുക്ക് ചെമ്പ് സാധാരണ തേച്ച് കഴിയുന്ന പോലെ ഒന്ന് തേച്ച് കഴുകിയെടുത്താൽ മതി. ചെറുനാരങ്ങ ഒക്കെ ഇതിൽ കിടന്ന് വന്നിട്ടുണ്ട്. വെള്ളത്തിൻ്റെ കളറൊക്കെ മാറിയില്ല. ഒരിക്കലും ചെമ്പ് അടുക്കി കുടിച്ചിട്ട് കളയരുത്. ഇതുപോലൊക്കെ ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി. നമുക്ക് ഈ ചെമ്പ് തേച്ചെടുക്കാം. സാധാരണ നമ്മുടെ ഡിഷ് വാഷറിലിട്ട് തേച്ചാൽ കണ്ടോ. എന്ത് കറുത്ത ചെമ്പായിരുന്നു. ആരും ചെമ്പ് കളയരുത്. ഇതുപോലെ ചെയ്താൽ മതി. ചിലർ ചെമ്പ് എടുത്ത് കളഞ്ഞിട്ട് അത് കത്തിക്കരിഞ്ഞ് കാണിക്കും. കളയേണ്ട ആവശ്യമില്ല. ഇതുപോലെ ചെയ്ത് കൊടുത്താൽ മതി. ഇതൊന്നും ഇട്ടിട്ട് പോവില്ല ഇങ്ങനെ കത്തിക്കരിഞ്ഞാൽ. ചിലപ്പോൾ നമ്മൾ എന്ത് വെച്ചാലും നമ്മൾ അറിയാണ്ടങ്ങ് അടുപ്പത്ത് കിടന്ന് കത്തിക്കരിഞ്ഞു. കടലക്കറി അതൊക്കെ വേണ്ടോ. ഇതേപോലെ ചെയ്ത് കൊടുത്താൽ മതി. ഒരു 3-4 ചെറുനാരങ്ങ ഇട്ടിട്ട് നല്ലോണം തിളപ്പിച്ച് ആ ചെറുനാരങ്ങൻ്റെ വെള്ളം മൊത്തം ഇതുമേലായാൽ ഉണ്ടോ. നോക്കിയാൽ കണ്ടോ, നല്ല കട്ട ചെമ്പല്ലേ. ഇത് വാഷ് ചെയ്ത് നോക്കാം. ചെമ്പിൻ്റെ കറുപ്പൊക്കെ പോയി നന്നായി വാഷ് ചെയ്ത് കണ്ടോ. ഇപ്പോൾ നമ്മളൊരു കറുത്ത ചെമ്പല്ല വെച്ച് കൊടുത്തത് നല്ല പഴയ ചെമ്പിൻ്റെ അതേ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി വയ്ക്കുക. നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശമൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിച്ചാട്ടെ. കത്തിക്കരിഞ്ഞ ചെമ്പൊന്നും ആരും കളയരുതേ. സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ തന്നെ ലൈക്കും ചെയ്യാം. ഓക്കെ, ബൈ.